നമുക്കൊരു ബ്ലൂബെറി ജ്യൂസ് റെഡിയാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഇതേ കുറച്ച് ബ്ലൂബെറി ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതായത് ഇതിൻ്റെ പുറത്ത് മുഴുവനും ഈ മരുന്നടിച്ചതിൻ്റെ വെളുത്ത വെളുത്ത പാടാണ്. അപ്പം നമുക്ക് ഇത് കുടിക്കണമെങ്കിൽ ഇത് നല്ല ക്ലീനാക്കി എടുത്തെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കുന്നതെന്നും ഇങ്ങനെ ഇതുകൊണ്ടൊരു ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിത് ആദ്യം ക്ലീനാക്കി എടുക്കാം. ഇതാണ് ബ്ലൂബെറി. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പുപൊടി ഇവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തുകൊണ്ട് വരാം. കഴുകിയെടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ കഴുകിയെടുത്തെങ്കിലും ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്തുള്ള ആ വെള്ള കളറ്, അതായത് മരുന്ന് അടിക്കുന്നതാണ്, അത് പോയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ ബ്ലൂബെറി എല്ലാം എന്താ ഈ വാവട്ടമുള്ള കുപ്പിയാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മൂടി വെച്ച് അടച്ചിട്ട് അതിൻ്റെ ബാക്കി കാര്യം ചെയ്യാം. നന്നായിട്ട് മുറുക്കി അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 5-6 പ്രാവശ്യം ഇതുപോലൊന്ന് നല്ലതായിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. എന്താ, ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. മുമ്പത്തെ പോലെയല്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് കഴുകിയെടുത്താൽ മതി. ഞാൻ ഇതേ കുപ്പിയിലേക്ക് തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. കുപ്പിയിലിട്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കാം. നല്ല സൂപ്പറായിട്ട് അതിൻ്റെ പുറത്തെ ആ വെള്ള കളറെല്ലാം പോയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഇനി ഇത് പുളി ഒത്തിരി ഉള്ളതാണെങ്കിൽ മധുരം കൂടുതൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആദ്യം കണ്ണകലുള്ള അരിപ്പയിൽ നമുക്കിതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം തീരെ കണ്ണ് അടുത്തിരിക്കുന്ന അരിപ്പയിൽ ഒന്നും കൂടി അരച്ചെടുക്കണം. അടുപ്പമുള്ള അരിപ്പയിൽ വീണ്ടും ഒന്നും കൂടി ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂബെറി ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയറും ലൈക്കും ഒക്കെ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ ബ്ലൂബെറി ജ്യൂസ് വീട്ടിൽ തന്നെ ഇത്രയും രുചികരമായിട്ടൊരു ജ്യൂസ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ.